Hi friends, ഞാൻ CHENGANNUR റോബളേൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ബയോഫ്ലോഗിൻ്റെ വെള്ളത്തിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ മീൻ വളർത്താൻ വേണ്ടി തുടങ്ങുമ്പോൾ ഈ വെള്ളത്തിന് എങ്ങനെ അതിൻ്റെ pH അമോണിയ കാര്യങ്ങൾ കൂടുന്നതും കുറയുന്നതും അറിയുന്നു, ഇത് കൂടിയാലും കുറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ പല പല ടെൻഷനും കാര്യങ്ങളായിട്ട് നടക്കുന്നവരാണ് ഒത്തിരി പേർക്ക് ബയോഫ്ലോഗ് വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ അടുക്കളപ്പുറത്തൊക്കെ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷേ എല്ലാവരുടെയും ആദ്യത്തെ ഒരു പേടി എന്ന് പറയുന്നത് അമോണിയ pH മറ്റ് ഉള്ള കാര്യങ്ങളാണ്. ഇതിങ്ങനെ വെള്ളത്തിൽ കൂടുകയും കുറേയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, മീനുകളൊക്കെ ചത്തുപോകും, അപ്പം ചെയ്യുന്നതെല്ലാം അത്രയും വെറുതെ ആയി പോവുമോ, ഇനി അത്രയും കാശ് നഷ്ടമാകുമോ, ഇതൊറ്റ ചിന്തയെ പുറത്താണ് ഒത്തിരി പേര് നടക്കുന്നത്. ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയവർക്ക് പോലുമുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെൻഷന് pH അമോണിയ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ടെസ്റ്റ് ചെയ്യണം, എന്തൊക്കെ ഉപയോഗിച്ചാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, ഇത് എത്ര ആൾ വരെ നിൽക്കണം, ഇതിൻ്റെ കൂടിപ്പോയാലോ കുറഞ്ഞോ എന്തൊക്കെ ചെയ്താലോ ലെവലാക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് നിർണത്തുള്ള ലിജു പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ലിജുവിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വെള്ളം ടെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പം നമ്മൾ ആദ്യം എടുക്കുന്നത് തന്നെ pH തന്നെ. pH ഇപ്പോൾ മീനിൻ്റെ ആവശ്യമുള്ള കാര്യം, കാരണം pH ലെവൽ അല്ലെങ്കിൽ മീൻ ചത്തുപോകാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ. പിന്നെ രണ്ടാമെന്ന് പറയുന്നത് ഇപ്പം നൈട്രേറ്റ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് NO3 ഉണ്ട്, NO2 ഉണ്ട്. ഇതാണ് NO3യുടെ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. ഇത് NO2യുടെ രണ്ടും ഒരു ഗുണം തന്നെ. അത് ഉപ്പിന്റെ രസം കാണിക്കാനായിട്ടാണ്. ഉപ്പിന്റെ രസം കാണിക്കുന്ന ഐറ്റംസ് ആണ് ഈ നൈട്രേറ്റ്. അതും ഒരു തരത്തിൽ പോയിസൺ ആയിട്ട്. പിന്നെ രണ്ടാം തന്നെ അമോണിയ നമ്മുടെ മീനിന് നിന്ന് വരുന്ന കാഷ്ടത്തിന് ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ള അമോണിയ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഉപയോഗിക്കുന്ന ഫ്ലോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഈ വെള്ളത്തിനകത്ത് ഇതിനകത്ത് തന്നെ തീറ്റ ഉത്ഭവിക്കുന്നുണ്ട്. അപ്പം അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നത്. അത് ശരി. അപ്പോൾ അത് കൂടുതലാണെങ്കിൽ അതിനകത്ത് പ്രക്രിയ ഉണ്ട്. അതായത് വെള്ളം കുറയ്ക്കുക, അല്ലെങ്കിൽ പുതിയ വെള്ളം ചേർക്കുക. ശരിയാ. അപ്പോൾ നമുക്കിത് ഓരോന്നൊന്ന് ടെസ്റ്റ് ചെയ്യുന്നൊന്ന് കാണിക്കാം. ആദ്യം ഇപ്പം ഫ്ലോക്ക് നോക്കാൻ പോലെ. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് വെള്ളം നിറയ്ക്കാം. എത്ര ഫുള്ള് നിറയ്ക്കണം? നമ്മൾ പൊതുവെ ഇത് 1 ലിറ്ററിൻ്റെ 1.5 ലിറ്ററിൻ്റെ 1 ലിറ്ററാണ്. 1 ലിറ്റർ വെള്ളം വേണം ചെക്ക് ചെയ്യാൻ അല്ലേ. നമ്മളിപ്പോൾ എടുത്തിങ്ങനെ ഇരിക്കുന്നത് ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ ഇത് അടിയും. അപ്പം നമുക്ക് അറിയാം എത്ര ഫ്ലോക്ക് ഉണ്ടെന്ന് അറിയാം. അത് ശരി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 10 മിനിറ്റത്തേക്ക് മാറ്റി വെക്കാം അല്ലേ. ബയോഫ്ലോക്കിൻ്റെ ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് 20 മില്ലിയുടെ അത്ര ഉണ്ട്. 20 മില്ലി ഇവിടെ വരച്ചിട്ടിട്ടുണ്ട് അല്ലേ. അതെ. ഇപ്പോൾ 1 ലിറ്ററിന് 20 മില്ലി കറക്റ്റാണ്. ഇത് കറക്റ്റാണ്. 25 മില്ലി 1 ലിറ്റർ വെള്ളത്തിനകത്ത് കറക്റ്റ് 20 മില്ലി അല്ലേ വേണം. ഇപ്പൊ അത് കറക്റ്റ് ഉണ്ട് 20 മില്ലി. അപ്പൊ ബയോഫ്ലോഗ് കറക്റ്റ് ആണ്. അതെ. ഓക്കെ. നമ്മളിപ്പം എല്ലാം ഒന്നിച്ച് ടെസ്റ്റ് ചെയ്യാൻ ആലോചിക്കുന്നത്. ഇപ്പൊ ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം 5 ml വെള്ളം നിറയ്ക്കണം. ഈ ടാങ്കിലുള്ള വെള്ളം എല്ലാം. ശരി. എന്നാ അതിനാണ് സിറിഞ്ച് ഉപയോഗിക്കുന്നത്. ശരിയാ. ഇത് സിറിഞ്ച് 20 ml. അപ്പം 5 4 ഒരുമിച്ച് നിറയ്ക്കാൻ പറ്റും അല്ലേ. ഇതിലാദ്യം ഇപ്പം 5 ml നിറയ്ക്കാം. 5 ml അല്ലേ. ഇതിപ്പോൾ 5 ml ഉണ്ട്. അതുപോലെ നമ്മൾ ഈ കാണുന്ന 3 എണ്ണത്തിലും 5 ml വെച്ച് നിറയ്ക്കണം. ഓക്കെ. നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള 4 എണ്ണത്തിലും 5 മില്ലി വെച്ച് അല്ലേ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എന്തോ മരുന്ന് ഒഴിക്കണം. pH ഓക്കെ. ഈ pH 3 തുള്ളി ഇട്ടാണ് ഈ വെള്ളത്തിൽ. pH-ന് 3 തുള്ളി അല്ലേ. 3 തുള്ളി. ഓക്കെ. 3 തുള്ളി ഇട്ട് കുലുക്കണം. ഈ കളർ വരും അല്ലേ. ഈ കളർ ആക്ച്വലി ഈ കളറല്ല, നീലിച്ച വരേണ്ടത്. നീല കളറാ വരേണ്ടത്. നീല. അപ്പൊ 7. ഇതിപ്പം കാണിക്കുന്നത് 6.4. അതായത് pH കുറവാ. നോർമലായിട്ട് pH വരേണ്ടത് 7. ഇതാണ് pH-ന്റെ കളർ കോഡ്. അതെ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇത് 6.4. അതെ, അത് കാണിക്കുന്നത്. നമുക്ക് വേണ്ടത് എത്രയാ? 7.6 വരെ. 7.6 വേണ്ടത്. അപ്പൊ ഇപ്പൊ കുറവാ. അതെ, കുറവാ. ശരി. അപ്പൊ ഈ കുറയുമ്പോ നമ്മൾ ഇത് കറക്റ്റ് 7.6 ആകാൻ വേണ്ടി എന്താ ചെയ്യണം? നമുക്ക് ഡോളോമൈറ്റ് സാധനം നമ്മുടെ ഈ ചുണ്ണാമ്പ്. അപ്പൊ അത് കലക്കി തെല്ലി ഒഴിക്കണം. അപ്പൊ അത് ഇപ്പം 25,000 ലിറ്റർ ഇപ്പം 15 ലിറ്ററോളം ഒഴിക്കേണ്ടി വരും. ഇത് 25,000 ലിറ്ററിന്റെ ആണ് ബയോഫ്ലോഗ്. അപ്പൊ അതിനകത്ത് എത്ര ഇത് ഒഴിക്കേണ്ടത്? അത് നമ്മളിപ്പോ ലെവലാന്ന് ഒഴിക്കേണ്ട ആദ്യം പറയാം. നമുക്കിപ്പോ ഒരു അളവിന് 15 ലിറ്റർ ഒക്കെ പറയും. 15 ലിറ്ററെങ്കിലും ഒഴിക്കണം. ശരി. ഓക്കെ. നമ്മള് ഏതാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മള് അമോണിയ ചെക്ക് ചെയ്യാൻ പോകും. അമോണിയ ചെക്ക് ചെയ്യാം അല്ലേ. ശരി.
അപ്പം നമ്മൾ അമോണിയ ഇപ്പൊ ഇത് 5 ml. 5 ml 5 തുള്ളി ഇട്ടാ 5 തുള്ളി ഒഴിക്കണം. ശരി, ഓക്കെ. നമ്മുടെ pH നമ്മൾ 3 തുള്ളിയാണ്. ഓക്കെ, ഇത് 5 തുള്ളി. ഓക്കെ, 5 തുള്ളി ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞത് കുലുക്കണം. ഇത് കുലുക്കിയ ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് അറിയത്തില്ല ഇപ്പൊ എത്ര ഉണ്ട്. 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ? നമ്മൾ നേരത്തെ വെച്ച് വെച്ചാൽ അമ്മോണി 5 മിനിറ്റിന് ശേഷം നമ്മളിപ്പോ എടുക്കുവാണ്. അപ്പൊ ഇപ്പൊ കറക്റ്റ് ആണോ? എങ്ങനെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? ഇതിപ്പം ഈ താഴെ അടിക്കുന്ന ഫ്ലോക്കിന്റെ കാര്യങ്ങൾ താഴെ അടിഞ്ഞിരിക്കുന്നത് അല്ലേ? മേളത്ത് വെളുത്തിരിക്കാൻ നോക്കിയാൽ മതി. വെളുത്തിരിക്കുന്ന അത് അമോണിയ കറക്റ്റ് അളവ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പം വെളുത്തിരിക്കുന്നത് കറക്റ്റ് 0 ആണ് കാണിക്കുന്നത്. 0 കാണിക്കുന്നത്. അതായത് നമുക്ക് അമോണിയ 0 തന്നെ ഇരിക്കണം. അതാണ് വേണ്ടത്. ശരി. അപ്പൊ അമോണിയയുടെ കണക്ക് വെച്ച് കറക്റ്റ് 0 വേണ്ട. അപ്പം നമ്മുടെ ബയോഫ്ലോക്ക് അമോണിയ കറക്റ്റാണ്. ഓക്കെ. നമ്മളിപ്പോ നൈട്രേറ്റ് ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ? അത് നമ്മളിപ്പോ ബയോഫ്ലോന്ന് എടുത്തിട്ടുള്ള 5 മില്ലിയുടെ വെള്ളത്തിലോട്ട് ഇതൊക്കെ എത്ര തുള്ളിയാണ്? ഇതിപ്പോ 5 തുള്ളി. അതായത് നൈട്രേറ്റ് NO2 അപ്പം ഇത് ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ. ഇതിൽ നമുക്ക് 5 ml ഇട്ടാൽ 5 തുള്ളി ഇട്ടാൽ 5 തുള്ളി 5 ml 5 തുള്ളി. ഓക്കെ. ഇതിനും നമ്മൾ കുളിക്ക് ശേഷം 5 മിനിറ്റ് ഇതും 5 മിനിറ്റ് വെക്കണം. ഓക്കെ. നമ്മളിത് മാറ്റി വെക്കാം. 5 മിനിറ്റ് മാറ്റി വെക്കാം. നൈട്രജൻ NO2 ആണ് നമ്മൾ റിസൾട്ടാണ് ഇപ്പം കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. ഇതെങ്ങനെയാണ്? ഇത് നമ്മളിപ്പം വെച്ചിട്ട് 5 മിനിറ്റായി. 5 മിനിറ്റ് ശേഷം നോക്കുമ്പോൾ നമ്മുടെ ഇപ്പൊ ഏകദേശം ഒരു ചെറിയൊരു ഇരുനിറമുണ്ട്. അതെ. ഇത് കുഴപ്പമില്ല. ഒരു 0.25 കൂടുതലുണ്ട്. അത്ര ഉള്ളൂ. നമ്മളിപ്പോ ബുക്ക് എടുക്കുന്നത് തന്നെ അതല്ലേ NO2 നീലയുണ്ട്. നമ്മളിപ്പോ ഈ കളർ ഇപ്പൊ കാണിക്കുന്നത് ആ കളറാണ് ഇപ്പൊ കാണിക്കുന്നത്. അതെ. ഇപ്പൊ നമുക്ക് ഏത് കളറായിരുന്നു വേണ്ടത്? ആ കളറായിരുന്നു വേണ്ടത്. ശരി. അപ്പൊ വലിയ ഡിഫറൻസ് ഇല്ല. ഇപ്പൊ നമുക്ക് ഇത് കൂടിയ നമുക്ക് ഇത് നമുക്ക് കല്ലുപ്പ് കിട്ടും. കല്ലുപ്പ് നമ്മൾ കലക്കി അത് അലിച്ച് അത് തെളി ഒഴിക്കണം ഇതിനകത്ത്. ശരി. കല്ലുപ്പ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. അപ്പൊ ഇത് നോർമലാവും. ശരി. ഓക്കെ. അടുത്തത് ഏതാണ്? നൈട്രേറ്റ് NO3 അല്ലേ? നേരത്തെ നമ്മൾ ചെയ്ത് NO2 ആയിരുന്നു. ഓക്കെ. അത് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ 5 മിനിറ്റ് ഇത് 2 സൊല്യൂഷൻ ഇതിനുള്ള. അപ്പൊ ആദ്യത്തെ ബോൾട്ട് വേറെ ആദ്യത്തെ സൊല്യൂഷൻ പറയാം. ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതിന് 10 തുള്ളി പറയുന്നത്. 10 തുള്ളി വേണം അല്ലേ? നമ്മൾ NO2 5 തുള്ളി ഒഴിച്ചത്, പക്ഷെ NO3ക്ക് 10 തുള്ളി വേണം. ഒരു കുപ്പി. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം അല്ലേ? അല്ല, നമ്മൾ രണ്ടാമത്തെ ബോട്ടിൽ ഒഴിക്കുമ്പോൾ. രണ്ടാമത്തെ ബോട്ടിലാ? അപ്പോൾ NO3യുടെ 2 ബോട്ടിലുണ്ടല്ലേ? അതെ. അപ്പോൾ NO3ക്ക് 2 ബോട്ടിലെ ഇത് നമ്മൾ ഇതിനകത്ത് ഒഴിക്കണം. അപ്പോൾ ആദ്യത്തെ ബോട്ടിലെ 10 തുള്ളി ഒഴിച്ച് ഇതും 10 തുള്ളിയാണോ? ഇതും 10 തുള്ളി. ശരി. ഇട്ടേക്കുന്നുണ്ട്. നമ്മൾ കുലിക്കിട്ട് 5 മിനിറ്റ് വെയിറ്റ്. 5 മിനിറ്റ്. നമ്മൾ NO3യുടെ റിസൾട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. ഇത് നമ്മൾ 5 മിനിറ്റ് കഴിയുമ്പോൾ എടുത്തപ്പം ഇത് കടും ചുവപ്പ് കാണിക്കുന്നത്. കടും ചുവപ്പാണ്. ശരിയാ. അതായത് ഏകദേശം 40 ppm കാണിക്കുന്നത്. ഇത് നമുക്ക് നൈട്രേറ്റ് കൂടുതലാ. കാരണം വെച്ചാൽ നമ്മുടെ വെള്ളത്തിലുള്ള പോയിസന്റെ അളവ് അത്യാവശ്യം കൂടുതലല്ലേ? അത് ശരിയാ. ഇത് നമുക്ക് മീനിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. വളർച്ചയ്ക്ക് ചെറിയ ഭംഗം വരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഏത് കളറായിരുന്നു വരേണ്ടത്? ഇതിന് വേണ്ട മഞ്ഞ വരേണ്ടത്. ഈ മഞ്ഞയായിരുന്നു വരേണ്ടതല്ലേ? പക്ഷെ വന്നേക്കുന്ന ഏറ്റവും താഴെയുള്ള ഒരു റെഡ് കളറാണ്. 40. ശരി. അപ്പൊ ഇത് അങ്ങ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഇത് കുറയ്ക്കാൻ മറ്റേ നൈട്രേറ്റ് പോലെ തന്നെ കല്ലുപ്പ് തന്നെ ഉപയോഗിച്ചാൽ മതി അല്ലേ? കല്ലുപ്പ് കളിക്കാൻ നമ്മൾ ഇതിനകത്തോട്ട് നേരിട്ട് അങ്ങ് തെളി ഒഴിച്ചാൽ മതി. കല്ലുപ്പ് വെള്ളത്തിൽ വിടുമ്പോൾ അലിയും. പിന്നെ മണ്ണും കാര്യമൊക്കെ പോകാണ്ട് അരിച്ചിടണം. ശരി. ഓക്കെ. നമ്മുടെ ബയോഫ്ലോഗിന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ ടെസ്റ്റ് ചെയ്യണം, എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം,
pH, അമോണിയ കാര്യങ്ങളൊക്കെ എങ്ങനെ ടെസ്റ്റ് ചെയ്യണം, അത് കൂടിയാലും കുറഞ്ഞാലുമുള്ള കാര്യങ്ങൾ, അതിനെ പ്രതിവിധി എന്താണെന്നും കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഒരു പേടിക്കാതെ നമുക്ക് ബയോഫ്ലോ ഒക്കെ, ഒരു ചെറിയ ബയോഫ്ലോ ഒക്കെ നമ്മുടെ സ്വന്തം വീട്ടിൻ്റെ സൈഡിലായിട്ട് തുടങ്ങുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എല്ലാവരുടെയും പേടികളെന്ന് വെച്ചാൽ ഈ ഇതിലുള്ള വെള്ളത്തിലുള്ള ഈ ടെസ്റ്റിംഗ് കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത് അമോണിയ, അതുപോലെ pH. ഈ അമോണിയൊക്കെ വെച്ചാൽ ഇച്ചിരി ഡേഞ്ചറാണ്, അതാണ് ഇതാണ്, കൂടിപ്പോയ മീനുകളെല്ലാം ചത്തുപോകും, അങ്ങനെയുള്ള കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഡെയിലി അതിനെ കറക്റ്റായിട്ട് നോക്കി വരുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ വളർത്തി വിജയകരമായിട്ട് മുന്നേറാൻ കഴിയുന്ന ഒരു സംഗതി തന്നെയാണ് ഈ ബയോഫ്ലോ കാര്യങ്ങളൊക്കെ. അപ്പം ഈ നമ്മുടെ ലിജു പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഇതേപോലുള്ള നല്ലൊരു വീഡിയോയുമായി അടുത്ത് തന്നെ കാണാം. അതുവരെ സുഖമായി.